സത്യത്തിൽ ഇന്നത്തെ ഈ കേസിനെ കുറിച്ച് മിക്ക ആളുകൾക്കും ഇതിനകം തന്നെ അറിയാമായിരിക്കും. കാരണം അടുത്തിടെ ഈ കേസ് വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചിരുന്നു. ഇവിടെ ഒരു ഭാര്യ ആദ്യം തന്റെ ഭർത്താവിനെയും തുടർന്ന് തന്റെ 8 വയസ്സുള്ള മകനെയും ക്രൂരമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ സ്ത്രീ അവിടെ തന്നെ ഇരുന്ന് ഫോണിൽ റീൽസ് കാണുകയായിരുന്നു. ഒരു കോൾഡ് ബ്ലഡഡ് ക്രൂരത ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ഏത് രീതിയിലായിരുന്നിരിക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആ സമയത്ത് അവരുടെ ചിന്താഗതി എന്തായിരുന്നിരിക്കും? അതായത് ഇത്രയുമൊക്കെ ചെയ്ത ശേഷം അവർ അവിടെ ഇരുന്ന് റീൽസ് കാണുകയാണ്. ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? സാധാരണയായി നന്നായി പഠിച്ച ഉയർന്ന ഡിഗ്രിയൊക്കെ ഉള്ള ഒരാളായിരിക്കും ബുദ്ധിയുള്ളവനും കോമൺ സെൻസ് ഉള്ളവനും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഇന്നത്തെ കേസിൽ നിന്ന് വ്യക്തമാകും. ഇങ്ങനെയുള്ള കേസുകളെ വെറും ന്യൂസായി മാത്രം കാണാതെ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആഴത്തിലുള്ള ഈ തിരിച്ചറിവ് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കട്ടെ എന്നതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ഒരു സസ്പെൻസും വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഡോക്ടറായ ഭാര്യ ഡോക്ടറായ തൻ്റെ ഭർത്താവിനോട് 8 വയസ്സുള്ള തൻ്റെ മകനോടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നേരിട്ട് പറയുന്നു. ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കും? സത്യത്തിൽ ഈ കേസിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പ്രിയങ്കയുടേതാണ്. കർണാടക സ്വദേശിയായ ഇവർ ഒരു പ്രശസ്ത ഡോക്ടറായിരുന്നു. പ്രിയങ്കയുടേത് വളരെ നല്ലൊരു കുടുംബ പശ്ചാത്തലമായിരുന്നു. ഏതൊരു മാതാപിതാക്കളെയും പോലെ മകൾ നന്നായി പഠിക്കണമെന്ന് തന്നെയാണ് അവരുടെ വീട്ടുകാരും ആഗ്രഹിച്ചത്. പ്രിയങ്കയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ഒരു ഐ സ്പെഷ്യലിസ്റ്റായി മാറുകയും ചെയ്തു. അവരുടെ കരിയർ ആരംഭിച്ചപ്പോൾ വീട്ടുകാർ അവരുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും നല്ല രീതിയിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹശേഷം അവരുടെ ജീവിതം അത്ര നന്നായി മുന്നോട്ട് പോയില്ല. കാലക്രമേണ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള തർക്കങ്ങൾ വർദ്ധിക്കുകയും ഒടുവിൽ രണ്ടുപേരും വിവാഹമോചനം നേടി വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്തു. വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം പ്രിയങ്ക തന്റെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കുകയും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് മറുവശത്ത് മറ്റൊരു ജീവിതം നടന്നുകൊണ്ടിരുന്നത്. അതായത് കർണാടകയിലെ ബലഗാദി ജില്ലയിൽ കിരൺ ഹുനവാർ എന്നയാൾ തന്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കിരൺ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. അവർക്ക് അധികം ഭൂമിയോ വലിയ വരുമാനമോ ഇല്ലായിരുന്നു. എന്നിട്ടും ആ കുടുംബം അവനെ നന്നായി പഠിപ്പിക്കുകയും അവനൊരു ഡോക്ടറാക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് കിരണിന് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാകാനും തന്റെ പ്രൊഫഷണൽ കരിയർ കെട്ടിപ്പടുക്കാനും സാധിച്ചത്. എങ്കിലും കിരണിന്റെ ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമായിരുന്നില്ല. തന്റെ ആദ്യ ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ഒടുവിൽ രണ്ടുപേരും വിവാഹമോചനം നേടി. എന്നാൽ ഈ ആദ്യ വിവാഹത്തിൽ കിരണിന് നിഹിത് എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കിരണിന്റെ കയ്യിലായി. ഇങ്ങനെ നോക്കുമ്പോൾ കിരണിന്റെയും പ്രിയങ്കയുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും സമാനമായിരുന്നു. അതായത് വിവാഹിതരായെങ്കിലും ഇരുവരും ഇപ്പോൾ തനിച്ചായിരുന്നു. രണ്ടുപേരും പുതിയൊരു പങ്കാളിക്കായുള്ള തിരച്ചിലുമായിരുന്നു. തുടർന്ന് 2016 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴി ഇരുവരും കണ്ടുമുട്ടുന്നു. തുടക്കത്തിൽ പ്രിയങ്കയും കിരണും തമ്മിൽ സാധാരണ ഒരു സംഭാഷണം മാത്രമാണ് നടന്നത്. എന്നാൽ ക്രമേണ അവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. സംസാരം മുന്നോട്ട് പോയി. രണ്ടുപേർക്കും നല്ല കരിയർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇരു കുടുംബങ്ങളുടെയും സമ്മതം എളുപ്പത്തിൽ ലഭിക്കുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. കിരണിന് ഒരു ചെറിയ മകൻ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും പ്രിയങ്ക ഈ ബന്ധത്തിന് സമ്മതം മൂളുകയായിരുന്നു. അങ്ങനെ നിഹിതിന്റെ രണ്ടാമത്തെ അമ്മയായി പ്രിയങ്ക ആ കുടുംബത്തിന്റെ ഭാഗമായി തന്നെ മാറി. വിവാഹശേഷം ഇരുവരും ധാർവാഡിലെ രംഗാസ്റ്റെല്ലോ അപ്പാർട്ട്മെന്റിൽ താമസമായി. ആക്ച്വലി ഡോക്ടർ കിരണിന് ചിരായു ഹോസ്പിറ്റലിൽ അനസ്തേഷ്യോളജിസ്റ്റ് ജോലിയായിരുന്നു. അതായത് ഓപ്പറേഷന് മുൻപ് രോഗിയെ ബോധം കെടുത്തുന്നതിനോ തരിപ്പിക്കുന്നതിനോ ഉള്ള മരുന്ന് നൽകുന്ന ജോലി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനടുത്ത് താമസിക്കേണ്ടത് അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് പ്രിയങ്കയും തന്റെ കരിയറിൽ വളരെ ആക്റ്റീവായിരുന്നു. അവർ കൺസൾട്ടിങ്ങിനായി വിവിധ ആശുപത്രികളിൽ സന്ദർശിക്കുകയും ഐ സർജറികൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് അവർ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. കൂടാതെ സ്വന്തമായി ക്ലിനിക്കും നടത്തിയിരുന്നു. ചുരുക്കത്തിൽ ഇരുവരുടെയും വരുമാനത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും നല്ല രീതിയിൽ സമ്പാദിച്ചിരുന്നു. സാമ്പത്തികമായി അവർ വളരെ സ്ട്രോങ് ആയിരുന്നു. എന്നാൽ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്നാൽ നിഹിത്
ഡോക്ടർ പ്രിയങ്കയുടെ സ്വന്തം മകനല്ല എന്നുള്ളതാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവൻ കിരണിന്റെ ആദ്യ ഭാര്യയിൽ നിന്നുള്ള മകനായിരുന്നു. ഡോക്ടർ കിരണിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് പ്രിയങ്ക അവന്റെ രണ്ടാനമ്മയായി ആ വീട്ടിലേക്ക് വരുന്നത്. തുടക്കത്തിൽ കുടുംബത്തിലെ അന്തരീക്ഷം വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ നിഹിത് വളരും തോറും അവന്റെ കാര്യങ്ങൾ നോക്കുന്നതിനെ ചൊല്ലി പ്രിയങ്കയും കിരണും തമ്മിൽ തർക്കങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. കാരണം ഒരു വശത്ത് പ്രിയങ്കയ്ക്ക് തിരക്ക് പിടിച്ച ഷെഡ്യൂളായിരുന്നു, മറുവശത്ത് കുട്ടിയുടെ ഉത്തരവാദിത്വം സാധാരണയായ ഡോക്ടർ കിരണിന്റെ തലയിലാവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹവും സ്വന്തം ജോലിയിൽ തിരക്കുള്ളയാളായിരുന്നു. ഇതിനാൽ വീട്ടുകാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ആര് നോക്കുമെന്നതിനെ ചൊല്ലി ഇരുവർക്കും ഇടയിൽ പതുക്കെ തർക്കങ്ങൾ ആരംഭിച്ചു. ആദ്യമൊക്കെ ഇത് ചെറിയ കാര്യങ്ങളായിരുന്നെങ്കിലും കാലക്രമേണ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി മാറി. പ്രിയങ്ക ഇടയ്ക്കിടെ ദേഷ്യപ്പെടാറുണ്ടായിരുന്നുവെന്നും ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കങ്ങൾ വളർന്ന് വഴക്കിലേക്ക് എത്താറുണ്ടായിരുന്നുവെന്നുമാണ് ഡോക്ടർ കിരണിന്റെ വീട്ടുകാർ പറയുന്നത്. കിരൺ സ്വാഭാവികമായും വളരെ ശാന്തനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഓരോ കാര്യത്തിലും വഴക്കിടുന്നതിന് പകരം മിണ്ടാതിരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. അവർക്കിടയിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് ആ കുടുംബത്തിൽ ഏറ്റവും ഭയാനകമായ ദിവസമായി മാറാൻ പോകുന്ന 2026 ജൂലൈ 15-ാം തീയതി എത്തി. കാരണം അന്ന് ഡോക്ടർ കിരൺ പതിവ് പോലെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നില്ല. രാവിലെ ഏകദേശം 11 മണിയായിട്ടും അദ്ദേഹം വരാതിരുന്നപ്പോൾ ജീവനക്കാർക്ക് ആശങ്കയായി. കാരണം ഡോക്ടർ കിരൺ സാധാരണയായി കൃത്യസമയത്ത് എത്തുന്ന സമയനിഷ്ഠയുള്ളയാളായിരുന്നു. ഇതേ തുടർന്ന് ജീവനക്കാർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. എന്നാൽ ഫോൺ എടുത്തത് ഡോക്ടർ കിരൺ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ പ്രിയങ്കയായിരുന്നു. കിരൺ ഉറങ്ങുകയാണെന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാകും വൈകി എഴുന്നേൽക്കുന്നത് എന്ന് ജീവനക്കാരും കരുതി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ കിരണിന്റെ സാന്നിധ്യം അത്യാവശ്യമായി വന്നു. അങ്ങനെ അവർ വീണ്ടും വിളിച്ചു. ഇത്തവണയും ഫോൺ എടുത്തത് പ്രിയങ്കയായിരുന്നു. എന്നാൽ ഇത്തവണ അവരുടെ മറുപടി വേറെയായിരുന്നു. കിരൺ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞുവെന്നും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നുമാണ് അവർ പറഞ്ഞത്. അദ്ദേഹം വഴിയിലായിരിക്കുമെന്നും ഉടൻ എത്തുമായിരിക്കുമെന്നും ജീവനക്കാർ കരുതി. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിനായി കാത്തിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായിട്ടും കിരൺ ഹോസ്പിറ്റലിൽ എത്തിയില്ല. ഇതിനിടയിൽ ഡോക്ടർ കിരണിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ തുടർച്ചയായി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഓരോ തവണയും പ്രിയങ്ക തന്നെയാണ് ഫോൺ എടുത്തത്. ഓരോ തവണയും വ്യത്യസ്തമായ കാരണങ്ങളാണ് പറഞ്ഞത്. ചിലപ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണ്, ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയും. ഇതോടെ കുടുംബത്തിന്റെ സംശയമായി. കിരൺ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയില്ല? അതിനാൽ കുടുംബാംഗങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് കിരൺ അവിടെ എത്തിയിട്ടേ ഇല്ല എന്നറിയുന്നത്. ഇതോടെ കുടുംബത്തിന്റെ സംശയം ഇരട്ടിച്ചു. പ്രിയങ്ക എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ മാറ്റി മാറ്റി സംസാരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനായി അന്നേ ദിവസം വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഡോക്ടർ കിരണിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്നു. അവർ അയൽക്കാരോട് അന്വേഷിച്ചെങ്കിലും അന്ന് ഡോക്ടർ കിരൺ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ആരും കണ്ടിരുന്നില്ല. കിരൺ ഇപ്പോഴും വീടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് കുടുംബത്തിന് ഉറപ്പായിരുന്നു. അവർ ഫ്ലാറ്റിലെത്തിയപ്പോൾ വീടിനുള്ളിൽ ഒരു അസാധാരണമായ ശാന്തത പടരുന്നുണ്ടായിരുന്നു. ചിലർ ഡോക്ടർ കിരണിനെ തിരഞ്ഞ് മറ്റു മുറികളിലേക്ക് പോയി, ചിലർ ബെഡ്റൂമിലേക്കും എത്തി. അപ്പോഴാണ് അവരുടെ ശ്രദ്ധ പ്രിയങ്കയിലേക്ക് തിരിഞ്ഞത്. അവൾ ബെഡിൽ കിടന്ന് വളരെ ശാന്തയായി ഫോണിൽ റീൽസ് കാണുകയായിരുന്നു. ആരോ തന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ ബെഡിന് താഴെ നിലത്ത് കിടന്നിരുന്ന ഒരു വസ്തുവിലേക്ക് പോയി. അത് കണ്ട് എല്ലാവരുടെയും ബോധം കെട്ടുപോകുന്ന അവസ്ഥയായിരുന്നു. ബെഡിനടുത്ത് അവരുടെ 8 വയസ്സുള്ള മകൻ നിഹിത് രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നു. അവന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. ഈ ഭയാനകമായ കാഴ്ച കണ്ട് ആളുകൾ ഉടൻ തന്നെ നിഹിതിനെ പരിശോധിച്ചു. ആദ്യം എല്ലാവരും കരുതിയത് അവൻ മരിച്ചു കാണുമെന്നാണ്. എന്നാൽ പോലീസ് ഓഫീസറായി ശശികുമാർ ശ്രദ്ധിച്ചു അവന്റെ ശ്വാസം ഇപ്പോഴും നിലച്ചിട്ടില്ല എന്ന്. ഇതേ തുടർന്ന് അവനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. തുടർന്ന് ആളുകൾ ഡോക്ടർ കിരണിനെ തിരയുമ്പോൾ തൊട്ടടുത്ത മുറിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും രക്തം പടർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കത്തി കൊണ്ടുള്ള ക്രൂരമായ ആക്രമണത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. വീടിനകത്തുള്ള രംഗങ്ങൾ ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഒരു വശത്ത് 8 വയസ്സുള്ള മകൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പോരാടുന്നു, മറുവശത്ത് അവന്റെ പിതാവിന്റെ ജീവൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ അതേ വീട്ടിൽ ഡോക്ടർ പ്രിയങ്ക യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ ഫോണിൽ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ആ സമയത്ത് അവരുടെ മനസ്സ് എന്തായിരുന്നിരിക്കും? അതായത് ഇത്രയുമൊക്കെ ചെയ്തിട്ടും അവർ റീൽസ് കാണുകയാണ്. ഈ ഒരു അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം,
ചെയ്ത ക്രൂരതയിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയാണ് അവരപ്പോൾ റീൽസ് കണ്ടത്. ഇത് തീർത്തും വേറൊരു തലത്തിലുള്ളൊരവസ്ഥയാണ്. സംഗതി ഈ വിഷയത്തിൽ നിന്നും കുറച്ച് പുറത്തേക്ക് പോകുന്ന ഒന്നാണ്. ഏതായാലും ഇതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചത്. കുറച്ചു സമയത്തിനകം പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി. പോലീസ് എത്തിയ ഉടൻ തന്നെ നിഹിതിനെ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ നിഹിതിന്റെ നെഞ്ചിൽ കത്തി ഉപയോഗിച്ചുള്ള ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തി. ഡോക്ടർ കിരണിന്റെ ശരീരത്തിൽ 18ഓളം വെട്ടുകളും കുത്തുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇനി പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ വീട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ആക്രമണത്തിന് പിന്നിൽ ആരുടെ കൈകളാണുള്ളത്? ഇനി ഭാര്യ തന്നെയാണിത് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു? കാരണം ആ സമയത്ത് വീടിനുള്ളിൽ അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഭർത്താവും മകനും ആ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. പുറത്തുനിന്ന് മറ്റാരും അവിടെ വന്നിരുന്നില്ല. അപ്പാർട്ട്മെന്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജൂലൈ 15-ാം തീയതി അതിരാവിലെ മുതൽ അന്ന് വൈകുന്നേരം വരെ പുറത്തു നിന്നുള്ള ആരും തന്നെ ആ ഫ്ളാറ്റിലേക്ക് വരികയോ പോവുകയോ ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. കൂടാതെ വാതിലുകളിലോ ജനലുകളിലോ ബലം പ്രയോഗിച്ച് അകത്ത് കയറിയതിന്റെ ഒരു ഫോഴ്സ്ഡ് എൻട്രി അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതോടെ പോലീസിന്റെ സംശയം പതുക്കെ പ്രിയങ്കയിലേക്ക് ശക്തമാകാൻ തുടങ്ങി. ഇതിനിടയിൽ ഡോക്ടർ കിരണിന്റെ കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ ഒരു വിവരം പ്രിയങ്കയ്ക്ക് മേലുള്ള സംശയം ഇരട്ടിയാക്കി. കുടുംബത്തിന്റെ അഭിപ്രായത്തിൽ പ്രിയങ്കയും കിരണും തമ്മിൽ കുറച്ചു നാളുകളായി നിരന്തരം വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നു. അതായത് മുൻപ് പറഞ്ഞതുപോലെ കുട്ടിയുടെ പരിചരണത്തെ ചൊല്ലി. കാരണം രണ്ടുപേരും ജോലിയിൽ തിരക്കുള്ളവരായിരുന്നു. മാത്രമല്ല കിരൺ മരിക്കുന്നതിന് കേവലം 3 ദിവസം മുൻപ് ഇരുവർക്കും ഇടയിൽ വലിയ തർക്കമുണ്ടാവുകയും പ്രിയങ്ക കിരണിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയുമെന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ പോലീസിന് മുന്നിൽ ഉയർന്നു വന്ന ചോദ്യം ഇതായിരുന്നു: പ്രിയങ്ക സത്യത്തിൽ സ്വന്തം ഭർത്താവിനെ കൊല്ലുകയും തന്റെ രണ്ടാനമ്മ സ്ഥാനത്തുള്ള മകനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതാണോ? അങ്ങനെയാണെങ്കിൽ അവർ എന്തുകൊണ്ട് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ഓടിപ്പോയില്ല, രക്ഷപ്പെട്ടില്ല? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ പോലീസ് പ്രിയങ്കയെ ചോദ്യം ചെയ്തെങ്കിലും അവരുടെ മൊഴികൾ അടിക്കടി മാറിക്കൊണ്ടിരുന്നു. പോലീസിന് അവരെ കൃത്യമായി ചോദ്യം ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് പ്രിയങ്കയുടെ ആരോഗ്യസ്ഥിതി മോശമായി. തുടർന്ന് നടത്തിയ മെഡിക്കൽ പരിശോധനയിലാണ് പ്രിയങ്ക സ്വന്തം ശരീരത്തിലേക്ക് ഇൻസുലിന്റെ വലിയൊരു ഡോസ് കുത്തിവെച്ചതായി കണ്ടെത്തിയത്. ഇതിനാൽ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ അപകടകരമാം വിധം 40ലേക്ക് താഴ്ന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അവർക്ക് ബോധം വരാനും ആരോഗ്യം വീണ്ടെടുക്കാനും കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഈ കേസിന്റെ മുഴുവൻ സത്യവും ഒരുപക്ഷെ പ്രിയങ്കയ്ക്ക് മാത്രമേ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് പുറത്തു വന്ന ആ സത്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എന്നാൽ അന്വേഷണത്തിനിടയിൽ പ്രിയങ്കയുടെ ഫോൺ റെക്കോർഡുകളിൽ നിന്ന് പോലീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് ലഭിച്ചു. സത്യത്തിൽ കൊലപാതകം നടന്ന ദിവസമായ ജൂലൈ 15-ന് രാവിലെ കൃത്യം 10 മണിക്ക് പ്രിയങ്ക വീട്ടിലെ വീട്ടുജോലിക്കാരിയെ വിളിച്ച് എല്ലാവരും പുറത്തു പോവുകയാണ്, അതുകൊണ്ട് ജോലിക്ക് വരേണ്ടതില്ല എന്നും പറഞ്ഞു. അതായത് കുടുംബ അംഗങ്ങൾ പുറത്തു പോവുകയാണെന്ന് അവൾ ഒരു കള്ളം പറയുകയായിരുന്നു. അതിനാൽ കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് വരേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചു. ഇതിനെക്കുറിച്ച് ആരും അറിയരുതെന്നും ആ സമയത്ത് അവിടെ മറ്റാരും ഉണ്ടാകരുതെന്നും അവൾ ഒരു പക്ഷെ ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഈ കൊലപാതകം പ്രിയങ്ക മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുറത്തു നിന്നുള്ള വ്യക്തിയുടെ സാന്നിധ്യം അവൾ ആഗ്രഹിച്ചിരുന്നില്ല. പ്രിയങ്കയുടെ ഇൻസുലിൻ അളവ് സാധാരണ നിലയിലാവുകയും ആരോഗ്യനിലയിൽ അല്പം പുരോഗതി ഉണ്ടാവുകയും ചെയ്തപ്പോൾ ധാർവാഡ് പോലീസ് അവളെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു. തുടക്കത്തിലെ ചോദ്യം ചെയ്യലിൽ പ്രിയങ്ക വളരെ വിചിത്രമായ മറുപടിയാണ് നൽകിയത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഫോറൻസിക് തെളിവുകൾ മുന്നിൽ വെച്ച് നിരത്തിയതോടെ അവൾ സത്യം തുറന്നു പറഞ്ഞു. ഈ ഭയാനകമായ സംഭവത്തിന് പിന്നിൽ പുറത്തുവന്ന ലക്ഷ്യം, ആ ഒരു മോട്ടീവ് സത്യത്തിൽ രോമാഞ്ചമുണ്ടാക്കുന്നതായിരുന്നു. പ്രിയങ്കയ്ക്ക് ഭർത്താവിന്റെ സ്വഭാവത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഡോക്ടർ കിരണിന് പുറത്ത് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന് അവൾ സംശയിച്ചു. എന്നാൽ ഈ തർക്കങ്ങളുടെ ഏറ്റവും വലിയ ഇരയായത് പാവം നിഹിതായിരുന്നു. പ്രിയങ്കയ്ക്ക് തന്റെ രണ്ടാനമ്മ സ്ഥാനത്തുള്ള മകൻ നിഹിതിനെ ഇഷ്ടമല്ലായിരുന്നു. താനും ഡോക്ടർ കിരണും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പ്രധാന കാരണം അവനാണെന്ന് അവൾ വിശ്വസിച്ചു. തങ്ങൾക്കിടയിലെ വഴക്കുകൾക്കെല്ലാം കാരണം ആ കുട്ടിയാണെന്ന് അവൾ കരുതി. ഇത്രമാത്രമല്ല, പ്രിയങ്കയുടെ ക്രൂരത പുതിയ സംഭവമല്ല എന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തി. കാരണം മകനായ നിഹിതിനെ വെറും 4 മാസം മാത്രം പ്രായമുള്ളപ്പോൾ പ്രിയങ്ക അവനെ വീടിന്റെ ടെറസിൽ നിന്നും താഴേക്ക് എറിയാൻ ശ്രമിച്ചിരുന്നു. അതായത് അവർ മാനസികമായി അല്പം അസ്ഥിരതയുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ ആളായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാകാം അവരുടെ ആദ്യ വിവാഹ ബന്ധവും നിലനിൽക്കാതിരുന്നത്. ഇപ്പോൾ രണ്ടാം വിവാഹശേഷവും അവരുടെ മാനസികാവസ്ഥ പതുക്കെ ഈ ഒരു തലത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വളരെ ചതി നിറഞ്ഞ രീതിയിലാണ് പ്രിയങ്ക ഈ കുറ്റകൃത്യം ചെയ്തത്.
വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അനസ്തേഷ്യ മരുന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഡോക്ടർ കിരണിന് അവർ ഇഞ്ചക്ട് ചെയ്തു. കാരണം കിരൺ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അനസ്തേഷ്യ മരുന്നുകൾ വീട്ടിൽ ലഭ്യമായിരുന്നു. തുടർന്ന് ഉറക്കത്തിൽ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഏകദേശം 18 തവണയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. തുടർന്ന് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന മകന്റെ നേരെ 8 തവണ ആക്രമണം നടത്തി. 2 പേരും മരിച്ചുവെന്നാണ് അവൾ കരുതിയത്. അതുകൊണ്ടാണ് യാതൊരു ഭയമോ പശ്ചാത്താപമോ ഇല്ലാതെ അവൾ ബെഡിൽ കിടന്ന് ഫോണിൽ റീൽസ് കാണുകയും സ്ക്രോൾ ചെയ്യുകയും ചെയ്തത്. താനൊരു ഇരയാണെന്ന് കാണിക്കാൻ അവൾ ശ്രമിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് അവൾ വലിയ അളവിൽ ഇൻസുലിൻ കഴിച്ചത്. ഇങ്ങനെ വലിയ അളവിൽ ഇൻസുലിൻ എടുക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഒരു ഡോക്ടർ കൂടിയായ പ്രിയങ്കയ്ക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. നിലവിൽ പ്രിയങ്ക പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർക്കെതിരെ കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് നടക്കുകയാണ്. നിഹിത് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അവന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. ഈ കഥ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം ഇതാണ്: ഉയർന്ന വിദ്യാഭ്യാസവും പ്രൊഫഷണൽ പദവിയും ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ മാനുഷിക മൂല്യങ്ങളോ വൈകാരിക പക്വതയോ ഉണ്ടാകണമെന്നില്ല. സാങ്കേതികമായ കഴിവുള്ള വ്യക്തികളിൽ പോലും ക്രൂരമായ ചിന്തകളും മാനസിക വൈകല്യങ്ങളും ഉണ്ടാകാമെന്നാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലെ വിദ്വേഷവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാതിരുന്നാൽ അത് ദാരുണമായ ദുരന്തങ്ങളിൽ കലാശിക്കും. ഒപ്പം മുതിർന്നവരുടെ സ്വാർത്ഥതയിലും തർക്കങ്ങളിലും എപ്പോഴും ഏറ്റവും വലിയ ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ്. അവരുടെ ജീവനും സുരക്ഷിതത്വത്തിനും മാത്രമാണ് ഏതൊരു സാഹചര്യത്തിലും പ്രഥമ പരിഗണന നൽകേണ്ടത്. അത് ഈ സംഭവം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക. ഇതുവരെയും വീഡിയോ കണ്ട് ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ എന്നെ സഹായിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.